ഹലോ എവരി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ BGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ BGC 103 ബ്ലോക്ക് 3 ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ബ്ലോക്ക് 3 ഫസ്റ്റ് യൂണിറ്റുകളായിട്ടുള്ള നിസ്യം മിസിക്കലിനെ കുറിച്ചും AK രാമാനുജനെ കുറിച്ചും സരോജിനി നായിഡുവിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്കതിൽ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കമല ദാസ് എന്ന യൂണിറ്റ് 12 ആണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ നൗ വി ആർ ഗോയിങ് ടു യൂണിറ്റ് 12 കമലാദാസ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൽ കമലാദാസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കമലാദാസിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയംസ് ആയിട്ടുള്ള മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അതുപോലെ ബ്ലഡ് എന്നീ 2 പോയംസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച നിസ്യം മിസിക്കലിൻ്റെയൊക്കെ പോയം വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഈസിയാണ്. കാരണം കമലാദാസ് ഒരു മലയാളിയാണ്, അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. തൃശ്ശൂരിൽ ജനിച്ചയാണ്, കൽക്കട്ടയിൽ ജീവിച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് മലയാളം കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി സമ്മാനിച്ച ഒരു കവയിത്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന ലാംഗ്വേജിലാണ് കമലാദാസിൻ്റെ പോയറ്റിക് സ്കിൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കമലാദാസിനെ കുറിച്ചൊരു ബയോഗ്രഫി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. Kamaladas was born in പുനേർകുളം, തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഇൻ കേരള ഓൺ മാർച്ച് 31, 1934. 1934 മാർച്ച് 31 കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് കമലദാസ് ജനിച്ചത്. BM നായരാണ് കമലദാസിൻ്റെ അച്ഛൻ. ഫോർമർ മാനേജിംഗ് എഡിറ്റർ ഓഫ് മലയാളം ഡെയിലി മാതൃഭൂമി. മലയാളം ഡെയിലി മാതൃഭൂമിയിലെ ഫോർമർ മുമ്പുണ്ടായിരുന്ന മാനേജിംഗ് എഡിറ്റർ ആയിരുന്നു കമലദാസിൻ്റെ അച്ഛനായിട്ടുള്ള VM നായർ. ആൻഡ് നാലാപ്പാട്ട് ബാലാമണി അമ്മ, എ മലയാളി പോയറ്റസ്. അപ്പോൾ കമലദാസിൻ്റെ അമ്മ ബാലാമണി അമ്മയാണ്. അപ്പോൾ ബാലാമണി അമ്മ ഓൾസോ ഒരു പോയറ്റസ് ആണ്, ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ കമലദാസിനെ കുറിച്ച് അറിയാത്ത മലയാളികൾ ഉണ്ടാവത്തില്ല. കമലദാസ് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കമലദാസ് ഉണ്ട്, ഫസ്റ്റ് നെയിം ആക്ച്വൽ നെയിം കമലദാസ് ആണ്. അത് കഴിഞ്ഞിട്ട് കമല സുരയ്യ എന്നുള്ള നെയിം ഉണ്ടായി. അത് മുസ്ലിമായിട്ട് മതം മാറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ദാസ് സുരയ്യ, കമല സുരയ്യ എന്ന് നാമം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് നെയിമിൽ കമലദാസ് അറിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ആമി എന്ന് പറഞ്ഞൊരു മലയാളം ഫിലിം ഉണ്ട്, അറിയാമായിരിക്കുമല്ലോ. മഞ്ജു വാര്യറൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ മേ ബി നിങ്ങൾ കണ്ടാൽ കമലദാസിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് അഭിനയിച്ച് കാണിക്കുന്ന ഒരു വിഷ്വൽ കണ്ടാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പിടികിട്ടുമല്ലോ. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് കമലദാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും 2 പോയംസ് മാത്രമേ നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഷീ സ്പെൻഡ് ഹെർ ചൈൽഡ്ഹുഡ് മോസ്റ്റ്ലി ഇൻ കൽക്കട്ട വെയർ ഹെർ ഫാദർ വാസ് എംപ്ലോയിഡ്. അപ്പോൾ കമലദാസിൻ്റെ അച്ഛൻ എംപ്ലോയിഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ കമലദാസിന് നോക്കാനുള്ള അങ്ങോട്ട് സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കമലദാസ് കൂടുതലും ജീവിച്ചിരുന്നത് അച്ഛന് ജോലി ഉള്ളതുകൊണ്ട് കൽക്കട്ടയിലാണ് ചൈൽഡ്ഹുഡ്, ആ ഒരു ചെറുപ്പകാലം കൂടുതലും ജീവിച്ചിരുന്നത് അവിടെയാണ്. Her love of poetry began at an early age through the influence of her great uncle നാലാപ്പാട്ട് നാരായണ മേനോൻ. അപ്പോൾ ഈ ഒരു കമലദാസിൻ്റെ അങ്കിളാണ് നാലാപ്പാട്ട് നാരായണ മേനോൻ. അദ്ദേഹവും ഒരു ലിറ്ററേച്ചർ സ്കില്ലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയംസ് കാര്യങ്ങളൊക്കെ വായിച്ച് ചെറിയ പ്രായം തൊട്ടേ കമലദാസിന് ഈ ലിറ്ററേച്ചർ ഫീൽഡിൽ ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോയംസ് ഒക്കെ എഴുതണമെന്നുള്ള ആഗ്രഹങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഷീ വാസ് ആൾസോ ഡീപ്ലി അഫക്റ്റഡ് ബൈ ദ പോയട്രി ഓഫ് ദ സാക്രഡ് റൈറ്റിംഗ്സ് കെപ്റ്റ് ബൈ ദ മാട്രിയാർക്കൽ കമ്മ്യൂണിറ്റി ഓഫ് നായസ് ദാസ്. ദാസ് started writing at age 6 and had her first poem published by Pen India when she was 14. She did not receive a university education. അപ്പോൾ നമ്മൾ പറഞ്ഞു ചൈൽഡ്ഹുഡിൽ ആ ഒരു ചെറുപ്പകാലം തൊട്ടേ കമലദാസിന് ആ ഒരു ലിറ്ററേച്ചർ എഴുതണമെന്നും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 6ാമത്തെ വയസ്സ് തൊട്ടേ ചെറിയ കുഞ്ഞു പോയംസ് ഒക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെ 14ാമത്തെ വയസ്സായപ്പോൾ, ആ ഒരു 14 വയസ്സായപ്പോഴേ കമലദാസ് പെൻ ഇന്ത്യയിൽ പെൻ ഇന്ത്യ എന്നുള്ള ആ ഒരു പബ്ലിക്കേഷനിൽ കമലദാസിൻ്റെ ഫസ്റ്റ് പോയം പബ്ലിഷ് ചെയ്തു. അത്രയും ചെറിയൊരു പ്രായത്തിൽ അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തുമാത്രം ടാലൻറ്റഡ് ആയിരിക്കണം അല്ലേ കമലദാസ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഷീ ഡിഡ് നോട്ട് റിസീവ് എ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. കമലദാസ് ഡിഗ്രി അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനിലോട്ട് പോയിട്ടില്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ കമലദാസ് 15ാം വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. 14ാമത്തെ വയസ്സിൽ ഫസ്റ്റ് പോയം പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് 15ാമത്തെ വയസ്സായപ്പോൾ
കെട്ടിച്ചു വിടുകയും ചെയ്തു വീട്ടുകാർ. അതുകൊണ്ട് തന്നെ ഒരു ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെയൊന്നും പോയില്ല. അത് മാത്രമല്ല ഈ ഒരു 1949 കാലഘട്ടം എന്ന് പറയുമ്പോൾ അങ്ങനെ പെൺകുട്ടികൾക്ക് അധികം വിദ്യാഭ്യാസമൊന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു സൊസൈറ്റി ആയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഓൾസോ നമ്മുടെ കേരള ഒക്കെ ആണെങ്കിലും അധികം എഡ്യൂക്കേഷൻ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 15-ാമത്തെ വയസ്സ് 1949 മാധവദാസ്, ആൻ എംപ്ലോയി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു എംപ്ലോയി ആയിട്ടുള്ള മാധവദാസിനെ കമലാ സുരയ്യ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തതാണ്. ഇൻ ഹർ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് മൈ ബുക്ക് ഷീ റിവീൽഡ് ദാറ്റ് ഷീ വാസ് എ വിക്ടിം ഓഫ് പാട്രിയാർക്കൽ prejudice. She was just 16 years old when the first of her 3 sons was born. അപ്പോൾ 15-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 16-ാമത്തെ വയസ്സിൽ തന്നെ കമലാ സുരയ്യയ്ക്ക് 3 ആൺകുട്ടികൾ ആവുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിലെ 3 കുട്ടികളുടെ അമ്മയാവുകയും കമലാ സുരയ്യ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവിതം പഠിച്ച ഒരു സ്ത്രീയാണെന്ന് പറയാം. ആ ഒരു ചെറിയ പ്രായത്തിൽ ഒരു ഭാര്യയായി, ഒരു അമ്മയായി. ഇപ്പോൾ 16-ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് എന്താണ്, പെൺകുട്ടികൾ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +1 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പ്രായമാണ്. ആ ഒരു പ്രായത്തിൽ 3 കുട്ടികളുടെ അമ്മയായി കുടുംബകാര്യമൊക്കെ നോക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ കമലാ സുരയ്യയുടെ ഓട്ടോബയോഗ്രഫിയിൽ കമലാ സുരയ്യ പറയുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. At 18, she was a mother and a disgruntled wife who began to write obsessively. Although Das and Madhava were romantically incompatible, Madhava supported her writing. His career took them to Calcutta, New Delhi and Bombay, and her poetry is influenced by metropolitan life as well as her emotional experience. അപ്പോൾ കമലാ സുരയ്യയുടെ ജീവിതം, ഇപ്പോൾ അച്ഛന് ജോലി ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ എംപ്ലോയി ആണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്നൊക്കെ വരുമ്പോൾ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ കരിയർ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് കൽക്കട്ട, ന്യൂഡൽഹി, ബോംബെ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് കമലാ സുരയ്യ ജീവിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം വെച്ച് ഓരോ പോയട്രികൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിസൈഡ്സ് റൈറ്റിംഗ് പോയട്രി, ഫിക്ഷൻ ആൻഡ് ഓട്ടോബയോഗ്രഫി, ദാസ് സെർവ്ഡ് ആസ് എഡിറ്റർ ഓഫ് poetry section of the Illustrated Weekly of India from 1971 to 72. കമലദാസ് ഇലിസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ, അതൊരു വീക്ക്ലി ആണ് കേട്ടോ, അവിടെ എഡിറ്ററായിട്ട് 1971 to 72 കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എഡിറ്റർ ഓഫ് ദ പോയറ്റിക് ഫീൽഡിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ 1981 ദാസ് ആൻഡ് ഹെർ ഹസ്ബൻഡ് റിട്ടേർഡ് ടു കേരള. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു 1981 ആയപ്പോൾ കമലദാസിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള മാധവദാസും കേരളത്തിലോട്ട് റിട്ടയർഡായി, പെൻഷൻ ആയിട്ട് കേരളത്തിലോട്ട് തിരിച്ചു വന്നു. ദാസ് contested as an independent candidate in 1984 parliamentary election. Her collection of poems include Summer in Calcutta, The Descendants, The Old Playhouse and Other Poems, The Old Playhouse and Other Poems, Tonight, Tonight This Savage Ride, the love poems of Kamala Das and British Nandi, and the Annamalai poems. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ സമ്മർ ഇൻ കൽക്കട്ട, ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ്, ദ ഓൾഡ് പ്ലേംസ് ആൻഡ് ടുനൈറ്റ്, ദി സേവേജ് റൈറ്റ്, ഇതൊക്കെയാണ് കമലാദാസിൻ്റെ കളക്ഷൻ ഓഫ് പോയംസ് വരുന്നത്, കളക്ഷൻ ഓഫ് പോയട്രീസ് വരുന്നത്. മീൻസ് ഒരു ബുക്ക് ടൈപ്പ് ആയിരിക്കും, അതിൽ കുറച്ച് കളക്ഷൻ ഓഫ് പോയംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും നമുക്ക് ബേസിക്കായിട്ട് കമലാദാസിനെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പുള്ളിക്കാരിയുടെ റൈറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തം ലൈഫിൽ നിന്ന് അടർത്തിയെടുത്ത കാര്യങ്ങളാണ്, സ്വന്തം എക്സ്പീരിയൻസുകളാണ് കൂടുതലായിട്ടും പോയമായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ തനിക്ക് ബാല്യകാലത്തിൽ ലഭിച്ച കാര്യങ്ങളും സ്നേഹവും ആ കരുതലും എല്ലാമാണ് കൂടുതലായിട്ടും കമലാദാസിൻ്റെ പോയംസിലൂടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം കമലാദാസിനെ കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് കമലാദാസിൻ്റെ 2 പോയംസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്ന് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, രണ്ടാമത്തത് ബ്ലഡ്. അപ്പം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പേര് കേട്ടപ്പോഴും മനസ്സിലായല്ലോ, ഗ്രാൻഡ് മദർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു പോയമാണ്. പിന്നെ ബ്ലഡ് എന്ന് പറയുന്ന പോയം കംപ്ലീറ്റ് ആയിട്ട് ഗ്രാൻഡ് മദറുമായിട്ടുള്ള ആ ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലവിൻ്റെ ആ ഒരു സ്നേഹത്തിനെയൊക്കെ കുറിച്ചാണ് ഈ ഒരു 2 പോയത്തിലും കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പരസ്പരം ഇത് കണക്റ്റഡ് ആണ് സത്യം പറഞ്ഞാൽ ഈ 2 പോയം. കാരണം 2 പോയംസിലും ഗ്രാൻഡ് മദർ ഈ കമലാദാസിന് കൊടുത്തിട്ടുള്ള സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കമലാദാസിൻ്റെ അച്ഛനും അമ്മയും 2 പേരും ജോലിയാണ്. അത് കമലാദാസിൻ്റെ അമ്മയാണെങ്കിൽ ഒരു
പോയിംസ് ഒക്കെ എഴുതുന്ന ആളാണെങ്കിൽ അച്ഛനാണെങ്കിൽ ഒരു എംപ്ലോയി ആണ്. അപ്പോൾ ചൈൽഡ്ഹുഡിൽ അത്രയും ഒരു സ്നേഹമൊന്നും ഒരു പാരന്റൽ കെയർ ഒന്നും കമലദാസിന് അധികം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും കമലദാസിന്റെ ചെറുപ്പകാലം മുത്തശ്ശിയോടൊപ്പമാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ മുത്തശ്ശിയുടെ വീട് വരുന്നത് കേരളത്തിലെ മലബാർ റീജിയനിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കമലദാസിന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ തറവാടികൾ എന്നൊക്കെ പറയത്തില്ലേ, പണ്ടത്തെ ആ ഒരു കാലത്ത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അപ്പർ ക്ലാസ് ആൾക്കാരാണ്, സ്വന്തമായിട്ട് തറവാടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ തറവാട് വീട് ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വീടുണ്ടല്ലോ എന്ന് കരുതും. പക്ഷെ അന്നെന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് തറവാടുണ്ടെന്ന് പറയുമ്പോൾ അവർ തറവാടികൾ അല്ലെങ്കിൽ ഒരുപാട് നമ്മളിപ്പോൾ ബ്രാഹ്മിൺസിനെയൊക്കെ പണ്ടുള്ളവരെ പറയത്തില്ലേ, ബ്രാഹ്മിൺസ് പണ്ട് ഭയങ്കരപ്പെട്ട ആൾക്കാരായിരുന്നു, റെപ്യൂട്ടഡ് ആണ്, അവർ അപ്പർ ക്ലാസ് ആണ്. അതുപോലെയാണ് കമലാദാസിൻ്റെയും ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ഒരുപാട് വലിയ വീടും ഈ 4 കെട്ടും എല്ലാവർക്കും ചേർന്നിട്ടുള്ള വലിയ കൊട്ടാരം പോലുള്ള ഒരു വീടാണ് തറവാടായിട്ട് വരുന്നത്. അവിടെയാണ് കമലാദാസിൻ്റെ കുട്ടിക്കാലം ഓൾമോസ്റ്റ് സ്പെൻഡ് ആയിട്ടുള്ളത്. അവിടെ കമലദാസിന് ഒരു മുത്തശ്ശിയുണ്ട്. അപ്പോൾ ആ മുത്തശ്ശിയെ കുറിച്ചുള്ള ഓർമ്മകളെ കുറിച്ചാണ് കൂടുതലും കമലദാസ് പോയംസിലൊക്കെ എഴുതിയിട്ടുള്ളത്. അച്ഛനെയും അമ്മേനെയൊക്കെ കുറിച്ച് അവർ അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല. പക്ഷെ മുത്തശ്ശിയെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ പോയത്തിലും കമലദാസ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായിക്കുവാണല്ലോ ആ മുത്തശ്ശിയോടുള്ള കമലദാസിൻ്റെ ആ ഒരു സ്നേഹം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതേ ഉള്ളൂ. നമുക്കിനി ആദ്യത്തെ പോയമായിട്ടുള്ള മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള പോയം പഠിക്കാം. നമുക്ക് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള കമലദാസിന്റെ പോയം പഠിക്കാം. ഫസ്റ്റ് നമുക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ദിസ് പോയം ഈസ് ഫ്രം സമ്മർ ഇൻ കൽക്കട്ട. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ പോയറ്റ്സ് ചൈൽഡ്ഹുഡ്, ദ സെക്യൂരിറ്റി ഓഫ് എ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് വെയർ ദ സെൽഫ് ഓഫ് ദ പോയിറ്റ് ഗെയിൻ സം സോർട്ട് ഓഫ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഈ ഒരു പോയം, ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള ഈ ഒരു പോയം കമലദാസിന്റെ സമ്മർ ഇൻ കൽക്കട്ട, നമ്മളിപ്പോൾ കുറച്ച് കളക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കമലദാസിന്റെ കുറച്ച് പോയം കളക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമ്മർ ഇൻ കൽക്കട്ട എന്നുള്ള ആ ഒരു കളക്ഷൻ ഓഫ് ബുക്ക്, അതിൽ നിന്നുള്ള ഒരു പോയമാണ് ദ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള ഈ ഒരു പോയം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു നൊസ്റ്റാൾജിക് പോയമാണ്. അപ്പോൾ കമലദാസ് കറണ്ട്ലി വളർന്ന് വലുതായി, കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി. അപ്പോൾ ആ ഒരു ഇത്തിരി പ്രായവും പക്വതയായ സമയത്ത് തനിക്ക് ചെറുപ്പപ്രായത്തിൽ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ആ ഒരു സ്നേഹം നൊസ്റ്റാൾജിക് ആയിട്ട് കമലദാസ് ഓർക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു പോയത്തിൽ വരുന്ന കംപ്ലീറ്റ് കണ്ടന്റ്. അപ്പോൾ നമുക്ക് ലൈൻ വൈസ് വായിച്ച് മീനിങ് നോക്കാം. ലൈൻസ് ആണ് വായിക്കുന്നത്. There is a house now far away where once I received love. That woman died. ഒരിക്കലൊരു വീടുണ്ടായിരുന്നു. There is a house where far away, ഇവിടെ നിന്നും ഒരുപാട് ദൂരെ ഒരു വീടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടിയ, ഐ റിസീവ്ഡ് ലവ്, എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടിയ ഒരു വീടായിരുന്നു, ഒരു സ്നേഹം ഒരുപാട് തന്നിരുന്ന ആൾക്കാരുള്ള ഒരു വീടായിരുന്നു. ദാറ്റ് വുമൺ ഡൈഡ്, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വുമൺ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഗ്രാൻഡ് മദറിനെയാണ് കമലദാസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പണ്ടൊരിക്കൽ ഒരുപാട് സ്നേഹം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വീടുണ്ടായിരുന്നു, അവിടെ അതിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീടായിരുന്നു. ആ ഗ്രാൻഡ് മദർ ഇപ്പോൾ മരിച്ചു പോയിരിക്കുകയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, കമലദാസ് റീകാളിംഗ് മെമ്മറീസ് ആണ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ മെമ്മറീസ് ഒക്കെ ഓർത്തെടുക്കുകയാണ്. അടുത്ത ലൈൻ, ദ ഹൗസ് വിഡ്രോ ഇൻ ടു സൈലൻസ്, സ്നേക്സ് മൂവ്ഡ് എമോങ് ബുക്സ്, ഐ വാസ് ദെൻ ടു യങ്. ദ ഹൗസ് വിഡ്രോ ഇൻ ടു സൈലൻസ്, വീടിപ്പോൾ നിശ്ചലമായിരിക്കുകയാണ്, അല്ലെങ്കിൽ സൗണ്ടുകളൊന്നുമില്ലാതെ സൈലൻസ് ആയിരിക്കുകയാണ്. സ്നേക്സ് മൂവ്ഡ് അമോങ് ബുക്സ്, ഐ വാസ് ദെൻ ടു യങ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ ആ വീട്ടിൽ ഉണ്ടായിരുന്ന അടുക്കി വെച്ചിരുന്ന ബുക്കുകളിലൂടെ ഇപ്പോൾ സ്നേക്കുകൾ മൂവ് ചെയ്യുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കമലദാസിൻ്റെ അമ്മയും ഓൾസോ ഒരു പോയംസ് എഴുതുന്ന പോയറ്റസ് ആണ്. കമലദാസും ആ ഒരു പോയറ്റിക് ടച്ചുള്ള, ആ ഒരു കുഞ്ഞിലെ ഒരു ലിറ്ററേച്ചർ ടച്ചുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് അവിടെയുള്ള സ്ത്രീകൾക്ക് ഈ ഒരു പോയംസിനോടും എഴുത്തിനോടും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തറവാട്ടിൽ, ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു തറവാട്ടിൽ ഒരുപാട് ബുക്സ് കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കമലദാസിന് ആ ഒരു ബുക്സ് ഒന്നും എടുത്ത് വായിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. കാരണം കുഞ്ഞായിരുന്നപ്പോൾ അമ്മമ്മ തന്നെ ഡയറക്റ്റ്ലി ഓരോ കഥകൾ പറഞ്ഞ് കമലദാസിനെയും അനിയനെയും മറ്റു കുട്ടികളെ ഉറക്കുമായിരുന്നു. അപ്പോൾ അവർക്കെടുത്ത് വായിക്കേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്ന സമയത്ത് ഗ്രാൻഡ് മദർ തന്നെ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന
ബുക്കുകളിലൂടെ ഇപ്പോൾ സ്നേക്കുകൾ മൂവ് ചെയ്യുവാണെന്നാണ് പറഞ്ഞത്. ഓൾസോ ആ വീട്ടിൽ സൈലൻസ് എന്നുള്ള ആ ഒരു നിഗൂഢമായിട്ടുള്ള നിശബ്ദത ആ ഒരു വീടിനെ മുഴങ്ങിയിരിക്കുകയാണ്. ഇതിനർത്ഥം എന്താണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? ആ വീട്ടിൽ ഇപ്പോൾ നിലവിൽ ആരും തന്നെ ഇല്ല, അതുകൊണ്ടാണ് ആ ഒരു വീട് സൈലൻസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ വീട്ടിൽ ഒരു സൗണ്ടോ ഒരു അനക്കമോ ഒന്നുമില്ല, അതുകൊണ്ട് സ്നേക്സ് ആ വീട്ടിൽ ബുക്കുകളിലൂടെ എഴഞ്ഞു നീങ്ങുകയാണെന്നാണ് കവയിത്രി പറഞ്ഞിട്ടുള്ളത്. To read and my blood turned cold like the moon. How often I think of going, my blood turned cold like the moon. എൻ്റെ രക്തം, എൻ്റെ ബ്ലഡ് ചന്ദ്രനിലുള്ള തണുപ്പ് പോലെ തണുത്തുറഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ്, ഞാൻ ഒരുപാട് നാളായിട്ട് അങ്ങോട്ട് പോവാനായിട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ എന്താണ് ആദ്യം പറഞ്ഞ സെന്റൻസ്, മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദ മൂൺ. അപ്പോൾ ചന്ദ്രനിൽ ഉള്ള തണുപ്പ് പോലെ എൻ്റെ ബ്ലഡ് തണുത്തുറഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കവയിത്രിയുടെ കമലാദാസിന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണ്, ഇപ്പോഴത്തെ മാനസിക അവസ്ഥയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാളുടെ ശരീരം തണുത്തുറയുന്ന ആ ഒരു ബ്ലഡ് പോലും തണുത്തുറയുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു മരണത്തിലോട്ടുള്ള ആ ഒരു സമയത്താണല്ലോ അത്രത്തോളം കോൾഡ് ആവുന്നത് അവരുടെ ആ ഒരു ശരീരം. അപ്പോൾ കറന്റ്ലി കമലാദാസ് ഡിപ്രഷൻ സ്റ്റേജിലാണ്. ഓക്കെ, മാനസികമായിട്ട് നല്ല രീതിയിലല്ല കമലാദാസ് ഇപ്പോൾ കഴിയുന്നത്. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഡിപ്രഷൻ സ്റ്റേജിലാണ് കമലാദാസിന്റെ ഇപ്പോഴുള്ള ജീവിതം. അതിനെയാണ്, ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിനെയാണ് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ, മൂണിലെ തണുപ്പ് പോലെ എൻ്റെ ബ്ലഡ് തണുത്തറിഞ്ഞിരിക്കുകയാണെന്ന് ആ ഒരു ഡിപ്രഷനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ്, ഞാൻ കുറേ നാളായിട്ട് ആ ഒരു നിശബ്ദത നിറഞ്ഞ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു വീട്ടിലോട്ട് പോകണമെന്ന് ഞാൻ കരുതുവാണ്. ദർ ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ. ആ ഒരു വീട്ടിൽ കുറേ നാളായിട്ട് തന്നെ പോകണമെന്ന് കരുതുകയാണ്. എന്നിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിലെ ആ ഒരു തറവാടിലെ ജനലുകളിലെ ഇടനാഴികളിലൂടെ എനിക്ക് ഒളിഞ്ഞു നോക്കണം. അവിടെയുള്ള വാതിൽ പടികളിലൂടെയൊക്കെ എനിക്ക് ഓരോ കാഴ്ചകളും എത്തി നോക്കണം. ജനലരികളിലെ ആ ഒരു ഇടനാഴികളിലൂടെ ആ ഒരു വീട്ടിലെ ഫ്രോസൺ എയർ എന്ന് പറയുമ്പോൾ ശൂന്യമായിട്ടുള്ള ഒരു ശബ്ദമോ ഒന്നുമില്ലാത്ത ആ ഒരു വീട്ടിലെ കെട്ടിക്കിടക്കുന്ന ആ ഒരു ഫ്രോസൺ എയർ, നിശബ്ദമായിട്ടുള്ള ആ ഒരു ഡാർക്കൺ എയർ എനിക്ക് ആസ്വദിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി സൈലൻസിനെയാണ് ഒരുപാട് ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി ആരോടും മിണ്ടാൻ താല്പര്യപ്പെടുന്നില്ല, ഒരു വ്യക്തി ഒരു വീട്ടിലെ ശൂന്യമായിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള മുറിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഡാർക്ക്നെസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തി കറൻ്റ്ലി ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരിക്കും അല്ലേ. അപ്പോൾ കമലാദാസ് ആൾസോ ഇൻ എ ഡിപ്രഷൻ സ്റ്റേജ്. കമലാദാസ് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്. തൻ്റെ മനസ്സിലുള്ള ഒരു ദുഃഖങ്ങൾ ഇപ്പോൾ ആരോടും പറയാനായിട്ടില്ല. അതുകൊണ്ടാണ് കമലാദാസ് പറയുന്നത്, എനിക്ക് എൻ്റെ ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകണം, എന്നിട്ട് ഇപ്പോൾ ആരുമില്ലാത്ത ആ ഒരു വീട്ടിലെ ജനലരികളിലൂടെ അവിടുത്തെ സൈലൻസും ആ ഒരു ഫ്രോസൺ എയറും ശൂന്യതയൊക്കെ കണ്ട് ആസ്വദിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Or in wild despair, pick an armful of darkness to bring it here to lie behind my bedroom door like a brooding dog. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലെ ഇപ്പോഴുള്ള ആ ഒരു നിശബ്ദത ആയിട്ടുള്ള ആ ഒരു തളം കെട്ടി കിടക്കുന്ന ആ ഒരു ഡാർക്കണായിട്ടുള്ള എയർ അല്ലെങ്കിൽ ആ ഒരു ശൂന്യത എനിക്ക് എന്നോടൊപ്പം കൊണ്ടുവരണം. എന്തിനാണ് കൊണ്ടുവരേണ്ടത്? ആ ഒരു ശൂന്യത എന്നോടൊപ്പം എനിക്ക് കൊണ്ടുവന്ന് ഞാനിപ്പോഴുള്ള ഈ ഒരു വീട്ടിലെ ബെഡ്റൂമിൽ ഒരു ബ്രൂഡിങ് ഡോഗിനെ പോലെ എനിക്ക് കൊണ്ട് വയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ്? എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട് എനിക്ക് ആ ഒരു ഇരുട്ടും ആ ഒരു ഡാർക്ക്നെസ്സും ആ ഒരു സൈലൻസും ആ ഒരു ശൂന്യതയും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ കമലാദാസിന് മാനസികമായിട്ടൊരു സന്തോഷം ഇപ്പോൾ നിലവിലില്ലാത്തതുകൊണ്ട് കമലാദാസ് ഒരു സൈലൻസ് തേടുകയാണ്, ഒരു ശൂന്യത തേടുകയാണ്. അപ്പോൾ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് എന്ന് പറയുമ്പോൾ ഒരു പെറ്റിനെ നമ്മൾ ഒരു വളർത്തുമ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ട് നമ്മളൊരു വളർത്തു നായനെ അല്ലെങ്കിൽ ഒരു വളർത്തു മൃഗത്തിനെ വളർത്തുമ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയിരിക്കുമല്ലോ, നമ്മൾ നല്ല അറ്റാച്ച്ഡ് ആയിരിക്കും ആ ഒരു മൃഗവുമായിട്ട്. അതുപോലെ അത്രയ്ക്കും ക്ലോസ് ആയിരിക്കണം ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. അതൊരു സിമിലൈസ് ചെയ്തിരിക്കുകയാണ്. അത്രത്തോളം എനിക്ക് ഇഷ്ടമാണ്. എന്തിനെയാണ്? ആ ഒരു ശൂന്യമായിട്ടുള്ള ആ ഒരു നിശബ്ദതയെ, ആ ഒരു ഡാർക്ക്നെസ്സിനെ എനിക്കിപ്പോൾ അത്രത്തോളം ഇഷ്ടമാണ്. അതിനെ എൻ്റെ ബെഡ്റൂമിൽ കൊണ്ട് വയ്ക്കണം, എങ്കിലേ എനിക്കിനി ആ ഒരു ഡാർക്ക്നെസ്സിൽ എനിക്ക് ഉറങ്ങണമെന്നാണ് കവയിത്രി പറഞ്ഞിട്ടുള്ളത്. You cannot believe, darling, can you, that I lived in such a house and was proud and loud? അപ്പോൾ you cannot
ബിലീവ് ഡാർലിംഗ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഡാർലിംഗ്. ഡാർലിംഗ് ആരെയാണ് പറഞ്ഞിട്ടുള്ളത്? ഹസ്ബൻഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് ആ ഒരു നിശബ്ദതയും സൈലൻസും ഒക്കെ പറഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ആ ഒരു റൂമിൽ ഇരിക്കുകയാണ്. ഹസ്ബൻഡിനോട് പറയുകയാണ്, ഡാർലിംഗെ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ അത്രയും വലിയൊരു വീട്ടിൽ അത്രയും സ്നേഹവും കരുതലും സന്തോഷവുമുള്ള ആളുകളുടെ കൂടെ ഒരുപാട് സ്നേഹം കിട്ടി വളർന്നു വന്ന ഒരു വ്യക്തിയാണ്, ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് കവയിത്രിയുടെ ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ്. അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഹസ്ബൻഡിന് ആയിട്ടുള്ള ഇപ്പോഴത്തെ ആ ഒരു കമലദാസിന്റെ ജീവിതത്തിൽ കവയിത്രി ഒരു സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ കവയിത്രി ആ ഒരു മാരിഷ്യൽ ലൈഫിൽ ഹാപ്പി അല്ല. നല്ല രീതിയിൽ മേ ബി ചിരിച്ച് കണ്ടിട്ട് തന്നെ മേ ബി ഭർത്താവ് ഈ ഒരു കമലദാസിനെ ചിരിച്ച് അല്ലെങ്കിൽ സന്തോഷിച്ച് കണ്ടിട്ടില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും കമലദാസ് ഹസ്ബൻഡിനോട് പറയുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇപ്പോഴത്തെ പോലെയൊന്നും അല്ലായിരുന്നു. എനിക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് കരുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നെ സ്നേഹിക്കാനായിട്ട് എൻ്റെ ചുറ്റും എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ഹസ്ബൻഡിനോട് ചോദിക്കുവാണ്. I who have lost my way and beg now at strangers doors to receive love at least in small change. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്, എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് ഒന്നും ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ റിലേറ്റീവ്സിൽ നിന്നും എൻ്റെ ഗ്രാൻഡ് മദറിൽ നിന്നും എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്നും എനിക്ക് കരുതലും എനിക്ക് അഭിമാനം കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള സ്നേഹവും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഒരു തരി സ്നേഹം കിട്ടാനായിട്ട് സ്ട്രേഞ്ചേഴ്സിനോട്, അതായത് അപരിചിതരോട്, സ്ട്രേഞ്ചേഴ്സിനോട് എനിക്ക് ബെഗ് ചെയ്യേണ്ട, ഭിക്ഷിക്കേണ്ട, ഒരു സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരോട് ഭിക്ഷിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോഴെന്ന് ഭർത്താവിനോട് പറയുകയാണ്. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, എനിക്ക് സ്നേഹം കിട്ടാനായിട്ട് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പോയി ഭിക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ബെഗ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആ ഒരു ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ഭാര്യയ്ക്ക് പ്രോപ്പറായിട്ടുള്ള കെയറോ സ്നേഹമോ കിട്ടുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ കമലദാസ് ഇപ്പോഴുള്ള ആ ഒരു ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ല, അൺസാറ്റിസ്ഫൈഡ് ആണെന്നാണ് അവിടുത്തെ മീനിങ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം. മേ ബി പലരുടെയും ഈ ലൈഫ് ഒരു കമലദാസിന്റെ ലൈഫുമായിട്ട് ഉണ്ടാവാല്ലേ. കാരണം നമ്മളുടെ എല്ലാ ലൈഫിൽ കുട്ടിക്കാലം അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ സ്ട്രെസ് ഇല്ല അല്ലേ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഉത്തരവാദിത്വങ്ങളില്ല, നമ്മൾ ഫ്രീ ആണ്. അന്നത്തെ കാലത്ത് നമ്മൾ കരുതും, ഇപ്പോൾ നമ്മളൊരു ഹോംവർക്കൊക്കെ എഴുതുന്ന ടൈമിൽ കരുതും, ഒന്ന് വളർന്ന് വലുതായിരുന്നെങ്കിൽ ഒന്ന് ഇഷ്ടം പോലെ ആടിപ്പാടി നടക്കാമെന്ന് മേ ബി ചൈൽഡ്ഹുഡിൽ നമ്മൾ കരുതിയിട്ടുണ്ടാവും അല്ലേ. പക്ഷെ നമ്മൾ വളർന്ന് വലുതാവുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ആ കുട്ടിക്കാലത്ത് നമുക്ക് വേറെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല അല്ലേ. നമുക്ക് ജോലിക്ക് പോകണ്ട, അല്ലെങ്കിൽ വേറെ ക്യാഷ് ഒന്നും ഉണ്ടാക്കണ്ട. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഗാർഡിയൻസിൻ്റെ അണ്ടറിലാണ് അല്ലേ. അവരുടെ ആ ഒരു കെയറും അല്ലെങ്കിൽ നമ്മുടെ കസിൻസും ഫ്രണ്ട്സും സിസ്റ്റേഴ്സും മറ്റ് സബ്ലിങ്സിൻ്റെയോടൊപ്പം കളിച്ച് ജീവിച്ച് അങ്ങനെ വളർന്ന് അത്രത്തോളം സ്നേഹമൊക്കെ കിട്ടിയിട്ടായിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവുക. പക്ഷെ വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് ആ ഒരു സിബ്ലിങ്സിനോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് മിണ്ടാൻ പോലും സമയമില്ല, ആ ഒരു ലൈഫ് സ്റ്റൈൽ തിരക്ക് കാരണങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ ലൈഫിൽ നമ്മൾ അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ കരുതും പണ്ടുള്ള ലൈഫ് എന്ത് സുന്ദരമായിരുന്നു, നമുക്ക് എന്തോരം സ്നേഹങ്ങളാണ് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് മദറിൽ നിന്നൊക്കെ കിട്ടിയതെന്ന് കരുതത്തില്ല. അതുപോലെ തന്നെയാണ് കമലദാസിന്റെ പണ്ടത്തെ ലൈഫ് വളരെ ഹാപ്പിയോട് കൂടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കമലദാസ് അന്നത്തെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു തൊട്ടാവാടി പോലുള്ള കുലുക്കാൻ പെട്ടി പെൺകുട്ടിയാണ് ആ ഒരു ചെറുപ്പകാലത്ത്. എല്ലാവരോടും ചിരിച്ച് സന്തോഷിച്ച്, കാരണം അങ്ങനെ നടന്നതാണ്. അപ്പോൾ ചുറ്റുമുള്ളവർ സന്തോഷമാണെങ്കിൽ നമ്മളും സന്തോഷമായിരിക്കും എന്ന് പറയത്തില്ല. അതുപോലെ കമലദാസിന് ഒരുപാട് സ്നേഹവും കെയറിങ്ങും ആ ഒരു ചെറുപ്പകാലത്ത് കിട്ടിയിരുന്നപ്പോൾ കമലദാസ് ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരിത്തിരി പോലും സ്നേഹം കമലദാസിന് ഇപ്പോൾ ഈ വളർന്നു വലുതായപ്പോൾ കൊടുക്കാനായിട്ട് ഹസ്ബൻഡ് പോലും ഇല്ല. അപ്പോൾ ആ ഒരു മനസ്സിന്റെ വിങ്ങൽ ആ ഒരു വേദനിച്ച് സ്നേഹം കിട്ടാതായി ഇപ്പോൾ കമലദാസ് സൈലൻസിനെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇരുട്ടിനെയാണ്, ആ ഒരു ഫ്രോസൺ എയറിനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണ്. നമുക്ക് സ്നേഹം കിട്ടാതെ ആകുമ്പോൾ പിന്നെ നമ്മൾ ഒരു നിശബ്ദതയിലോട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോകും അല്ലേ. അത് കറക്റ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു പോയമാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് അല്ലേ. അപ്പോൾ കുഞ്ഞൊരു പോയമാണ്, പ്രത്യേകിച്ച് ഇതിൽ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യം പറയുന്നുള്ളൂ, സിമ്പിളാണ്.
ഇനി നമുക്ക് രണ്ടാമത്തെ പോയമിലേക്ക് പോവാം. രണ്ടാമത്തെ പോയം ഇതിൽ കൊടുത്തിട്ടുള്ളത് ബ്ലഡ് എന്നുള്ള ഒരു പോയമാണ്. ബ്ലഡ് എന്ന് പറയുമ്പോൾ എന്താണ്? രക്തം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഫസ്റ്റ് വായിക്കാം. ദിസ് പോയം അപ്പിയർഡ് ഇൻ ദ കളക്ഷൻ എൻറ്റൈറ്റിൽഡ് ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ്. ദിസ് ഹാസ് 33 poems, out of which 14 are reprints of poems which have already appeared in Summer in Calcutta. The poems appearing in this collection continue with the theme of exploration of true nature of love and of the extent to which the intensity of love which when achieved is self-sufficient. അപ്പോൾ ഈ ബ്ലഡ് എന്നുള്ള ഒരു പോയം, കമലാദാസിൻ്റെ ഈ ഒരു പോയം കമലാദാസിൻ്റെ ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് ദ അതർ പോയംസ് എന്നുള്ള ആ ഒരു കളക്ഷൻ ഓഫ് ബുക്കിൽ നിന്നുള്ള ഒരു പോയമാണ്. ആ ഒരു കളക്ഷനിൽ 33ഓളം പോയംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 14 പോയം കമലാദാസിൻ്റെ തന്നെ ഈ ഒരു സമ്മർ ഇൻ കൽക്കട്ട എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കളക്ഷനിൽ ഓൾറെഡി എഴുതിയ 14 പോയം തന്നെയാണ് ഈ ഒരു ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ് എന്നുള്ള ആ ഒരു കളക്ഷനിലും ഉള്ളത്. അപ്പോൾ ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ് എന്നുള്ള ഒരു പോയമിലെ എന്നുള്ള ഒരു കളക്ഷനിലെ ഒരു പോയമാണ് ബ്ലഡ്. അപ്പോൾ ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു പോയമാണ്. ഒരു അത്യാവശ്യം നീണ്ട ഒരു കഥേനെ പോയമായിട്ട് ചെറിയ ലൈൻസ് ചേർത്ത് എഴുതിയിട്ടുള്ളതേ ഉള്ളൂ. ഒരു 1-2 പേജോളം നീണ്ട ഒരു ലെങ്തി പോയമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സമ്മറി ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കഥ കേട്ട് കഴിഞ്ഞിട്ട് ആ ഒരു പോയം വായിക്കുമ്പോഴേ നിങ്ങൾക്ക് കാര്യം പിടികിട്ടത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള പോയമാണ് രണ്ടും. അപ്പോൾ അസ് യൂഷ്വൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്ലഡും ആ ഒരു ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ കമലദാസ് പറയുന്ന പോലുള്ള ഫീലിങ്സ് തന്നെയാണ് ഈ ഒരു ബ്ലഡ് എന്നുള്ള പോയത്തിലും പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പോയമിന് ബ്ലഡ് എന്ന് പേര് വരാൻ റീസൺ ഉണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മേ ബി നിങ്ങൾക്ക് എക്സാമിന് വന്നേക്കാം. എന്തുകൊണ്ടാണ് ബ്ലഡ് എന്നുള്ള ഒരു ടൈറ്റിൽ ഈ ഒരു പോയമിന് വന്നതെന്ന്. അത് നമ്മൾ ഈ സമ്മറി പറഞ്ഞു പറയുമ്പോൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ നമുക്കത് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയമിൽ വരുന്ന കണ്ടന്റ് കമലാദാസിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് പീരീഡാണ്. ആ ഒരു കുട്ടിക്കാലത്ത് ബാല്യകാലത്ത് കമലാ സുരയ്യ ഗ്രാൻഡ് മദറുമായിട്ട് എന്തോരം സാറ്റിസ്ഫൈഡ് ആയിരുന്നു, എന്തോരം സ്നേഹത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് കറക്റ്റ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമലാദാസിന്റെ ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ ഈ ഒരു കമലാദാസിന്റെ ഈ ഒരു പോയം ആ ഒരു പോയത്തിന്റെ കഥ തീരാൻ സമയമായപ്പോൾ ഓൾമോസ്റ്റ് ഒരു 86 വയസ്സ് ആയിരുന്നു. അത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് മദർ ആയിരുന്നു. അപ്പോൾ ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ നല്ല റിച്ച് ആണ്. നമ്മൾ പറഞ്ഞല്ലോ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ തറവാടിയാണ് ഒരു ഒരു പ്രിൻസസ് ആയിരുന്നു എന്ന് പറയാം. ഈ രാജാവിൻ്റെ രാജ്ഞി അങ്ങനെയാണ്. പണ്ട് നമ്മുടെ കേരളത്തിൽ രാജഭരണമായിരുന്നല്ലോ കൂടുതൽ. അപ്പോൾ അതിലുള്ള ഒരു രാജ്ഞി ആയിരുന്നു ഈ ഒരു ഗ്രാൻഡ് മദർ. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ആനയുണ്ട്, സ്വന്തമായിട്ട് തന്നെ ഒരുപാട് ജ്വല്ലറി കളക്ഷൻസ്, അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇവർക്കൊരു സ്വന്തമായിട്ടൊരു തറവാടും ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു വീട്ടിന് 300 വർഷം പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയും ഇപ്പം അമ്മുമ്മയെ കാണും. അമ്മുമ്മയുടെ 2-3 തലമുറയ്ക്ക് മുന്നേ പണിത ഒരു വീടാണ് ആ ഒരു തറവാട്. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്ന ആ ഒരു അമ്മുമ്മയുടെയും ഈ ഒരു പേരക്കുട്ടിയായിട്ടുള്ള കമലാദാസിന്റെ സ്റ്റോറി 1940 സമയത്ത് എന്നാണ് പറയുന്നത്. 1940s ടൈം പീരീഡിൽ കേരളത്തിലെ മലബാർ സ്ഥലത്താണ് ഈ ഒരു കമലാദാസിന്റെ അമ്മുമ്മയുടെ ആ ഒരു തറവാട് വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബേസിക്കായിട്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ ഒരു അമ്മുമ്മ കമലാദാസിനോട് പറയുന്ന കാര്യങ്ങളും അത് കഴിഞ്ഞ് കമലാദാസിന്റെ അമ്മുമ്മ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് കമലാദാസ് എന്തോരം അതിൽ പ്രഷർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോരം വേദനിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ആ ഒരു പോയം വായിക്കുന്ന അനുസരിച്ച് പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്റ്റോറീനെ ഒരു പോയമായിട്ട് അങ്ങനെ ഒന്ന് എഴുതിയിരിക്കുന്നതാണ്. കറക്റ്റ് ഒരു കഥ ചെറിയൊരു പോയമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വരി എടുത്തു വെച്ച് അർത്ഥം ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. കുറച്ചധികം ഒരു കഥ പറയുമ്പോൾ നമ്മൾ ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ അതിൻ്റെ ഒരു കഥ ഒരു മീനിങ് പറയുന്നത്. അതുപോലെ കുറച്ച് സെക്ഷൻ വൈസ് നമുക്കിതിൻ്റെ സ്റ്റോറി പറയാം. അപ്പം ഞാൻ വായിക്കുകയാണ്. ബ്ലഡ്. ഓക്കെ, സ്റ്റോറി നെയിം ബ്ലഡ്. When we were children, my brother and I always playing on the sand, drawing birds and animals. Our great grandmother said one day, "You see this house of ours, now 300 years old.
It's falling to little bits before our very eyes. The walls are cracked and torn and moistened by the rains. The tiles have fallen here and there. The windows yawn and groan, and every night the rats come out holes and scamper past our door. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കമലാദാസിൻ്റെ കുട്ടിക്കാലത്തിൻ്റെ കഥ ആ ഒരു ടൈമിൽ തൊട്ടെയാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. അപ്പം ഞാനും എൻ്റെ സഹോദരൻ്റെയും ചൈൽഡ്ഹുഡ് ആയിരുന്നപ്പോൾ, ഞങ്ങൾ രണ്ടുപേരും ബാല്യകാലത്തിലായിരുന്നപ്പോൾ, ഞാനും എൻ്റെ ബ്രദറും ബാല്യകാലത്തിലായിരുന്നപ്പോൾ ഈ ഒരു ഗ്രാൻഡ് മദറിൻ്റെ ഹൗസിലായിരുന്നു. സമയത്ത് ഗ്രാൻഡ് മദറിൻ്റെ ഹൗസിൽ മണലിൽ ഞങ്ങൾ സ്ഥിരം കളിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. മണലിൽ സ്ഥിരം കളിക്കുമായിരുന്നു, അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ കൂടെയും അനിമൽസിൻ്റെ കൂടെയൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജീവിതമായിരുന്നു കമലാദാസിൻ്റെ ബാല്യകാലത്ത്. അങ്ങനെ ഇവർ സ്ഥിരമായിട്ട് കുഞ്ഞായിരുന്നപ്പോഴാണ്, കമലാദാസിൻ്റെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള കാര്യമാണേ. അപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ ഇവരിങ്ങനെ ഓരോ കളികൾ സാൻഡിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഗ്രാൻഡ് മദർ വന്നു ഇവരുടെ അടുത്ത്. ഗ്രാൻഡ് മദർ വന്നിട്ട് പറഞ്ഞു, നോക്കൂ മക്കളെ, ഈ ഒരു വീടൊന്ന് നോക്കൂ, ഈ കുട്ടികളെ ഈ ഒരു വീടൊന്ന് നോക്കൂ. ഏതാണ് ഇവരുടെ ആ ഒരു തറവാട് ചൂണ്ടിക്കാണിച്ചിട്ട് ഗ്രാൻഡ് മദർ പറയാണ്, ഇതിന് യു സീ ദിസ് ഹൗസ് ഓഫ് അവേഴ്സ് നൗ 300 years old. ഈ വീടൊന്ന് നോക്കൂ, ഇതിന് 300ഓളം വർഷങ്ങൾ പഴക്കമുണ്ട്. ഇറ്റ്സ് ഫാളിങ് ടു ലിറ്റിൽ ബിറ്റ്സ് ബിഫോർ എവരി ഐസ്. ഈ 300ഓളം വർഷം വന്ന വീടാകുമ്പോൾ അറിയാമായിരിക്കുമല്ലോ, നമ്മളത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ പോലും അതിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുമല്ലേ. അതുപോലെ ഈ ഒരു 300 വർഷമായിട്ടുള്ള വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ചായിട്ട് ഇടിഞ്ഞ് വീഴാൻ തുടങ്ങി. അതുപോലെ തന്നെ അവിടുത്തെ വീട്ടിലെ ദ ടൈൽസ് ഹാവ് ഫാളൻ ഹിയർ ആൻഡ് ദെയർ. അവിടെയുള്ള ടൈൽസ് ഓരോ ചുമരും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് അതിലെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇളകി വീഴാൻ തുടങ്ങി. അതുപോലെ തന്നെ ആൻഡ് മോയ്സ്റ്റൻഡ് ബൈ റെയിൻസ്. മഴ പെയ്യുമ്പോൾ അതിലുള്ള നനവ് ചുമരിലേക്ക് ഇറങ്ങാനും തുടങ്ങി. അങ്ങനെ വീട്ടിൽ ചെറിയ ഫോൾട്ടുകളൊക്കെ വന്നു തുടങ്ങി എന്ന് അമ്മൂമ്മ പറയുകയാണ്. കാരണം 300 വർഷമായിട്ടുള്ള വീടാണല്ലോ. ആൻഡ് എവറി നൈറ്റ് ദ റാറ്റ്സ് കം ഔട്ട് ഓഫ് ഹോൾസ് ആൻഡ് സ്കാമ്പർ പാസ്റ്റ് യുവർ ഡോർ. അതുമാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് വീട് പഴകി തുടങ്ങിയോണ്ട് തന്നെ ആ വീട്ടിനകത്ത് എല്ലാ ദിവസവും രാത്രിയും എലികൾ സവാരി ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇൻസെക്റ്റുകളൊക്കെ ആ ഒരു പഴയ വീടായി തുടങ്ങിയോണ്ട് അത് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് ഈ ഒരു ഗ്രാൻഡ് മദർ ഈ ഒരു കമലാദാസിൻ്റെ അടുത്തും ബ്രദറിൻ്റെ അടുത്തും പറയുകയാണ്. എന്താണ് പറയുന്നത്, നോക്കൂ, ഇത് 300 വർഷം പഴക്കമായിട്ടുള്ള ഞങ്ങളുടെ വീടാണ്. ഈ വീട്ട് ഇപ്പോൾ 300 വർഷം ആയതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ മതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇടിയാൻ തുടങ്ങി, ചുമരിൽ കുറച്ച് ഫോൾട്ട് വരാൻ തുടങ്ങി, വിൻഡോസിലൊക്കെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇളകി വീഴാൻ തുടങ്ങി, ടൈൽസ് വീഴാൻ തുടങ്ങി, ചുമരിൽ മഴ പെയ്യുന്ന വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങി, അങ്ങനെ ചുമര് നനയാൻ തുടങ്ങി. ഇങ്ങനെ വീട്ടിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ വന്നു തുടങ്ങിയെന്ന് ഗ്രാൻഡ് മദർ പറയുകയാണ്. The snake's shrine is dark with the weeds, and all the snake gods in the shrine have risen on their hoods. Oh, it hurts me, she cried, wiping a reddened eye, for I love this house. It hurts me much to watch it die. അപ്പോൾ അമ്മുമ്മയുടെ ജീവനെക്കാളും അമ്മുമ്മയ്ക്ക് വലുതാണ് ഈ ഒരു വീട്. അപ്പോൾ എല്ലാവർക്കും സ്വന്തം വീടെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. എല്ലാവർക്കും എല്ലാവരുടെ വീടും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അമ്മമ്മയ്ക്കും ഈ ഒരു ഗ്രാൻഡ് മദറിനും ആ ഗ്രാൻഡ് മദറിൻ്റെ ഈ ഒരു 300 വർഷത്തോളം പഴക്കമായിട്ടുള്ള വീട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തം ആത്മാവിനെ കാണും ഇഷ്ടമാണ് ആ ഒരു വീട്. അപ്പോൾ അമ്മൂമ്മ പറയുകയാണ്, ഇത് ഐ ലവ് ദിസ് ഹൗസ്, ഇറ്റ് ഹർട്ട് മീ മച്ച് ടു വാച്ച് ഇറ്റ് ഡൈ. എനിക്ക് ഈ വീടിന് ഒരുപാട് ഇഷ്ടമാണ്, എന്നെക്കാളും എനിക്ക് ഈ ഒരു വീടിന് ഇഷ്ടമാണ്. പക്ഷെ ഈ വീടിങ്ങനെ ഇല്ലാതാവുന്നത്, ഈ വീട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മീൻസ് ആ വീട്ടിൽ ഓരോ അറ്റകുറ്റപ്പണികളൊക്കെ വന്നു തുടങ്ങിയല്ലോ. ടൈൽസൊക്കെ വീഴാൻ തുടങ്ങി, വെള്ളം ഇറങ്ങാൻ തുടങ്ങി, അതൊക്കെ ആ ഒരു വീട് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ എൻ്റെ മീനിങ്. മീൻസ് ആ വീട് ഏത് നിമിഷം വേണേലും ഇടിഞ്ഞു വീഴാം എന്നുള്ള ഒരു സൂചന കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീട് എനിക്ക് എന്നെക്കാളും ഇഷ്ടമാണ്, ആ ഒരു എൻ്റെ ആത്മാവാണ് ഈ ഒരു വീട്. അപ്പോൾ എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള ഈ ഒരു വീട് ഇങ്ങനെ ഓരോ നാൾ കൂടുന്തോറും ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഓരോ നാൾ കൂടുന്തോറും ഞാൻ ഒരു വീടില്ലാതായിക്കൊണ്ടിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ, എനിക്കിത് കണ്ടു സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആ അമ്മുമ്മയുടെ കണ്ണ് ചുമന്നു, റെഡ് ആയി ആ ഐ വൈപ്പ് ചെയ്യാണ്, കണ്ണീര് തുടച്ച് കളഞ്ഞ് കരഞ്ഞ് അലറി വിളിക്കുവാണെന്നാണ് കമലാദാസ് പറയുന്നത്. ഇത് കമലാദാസ് കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. When I grow old, I fade, and very, very rich, I shall rebuild the fallen walls and make new this ancient house. My grandmother touched my cheeks and smiled. She was really simple.
അപ്പോൾ ഈ കുഞ്ഞിലെ തൊട്ട് കുറച്ച് ഏജായി വന്നപ്പോഴേ കമലാദാസും ബ്രദറും ഇത് കാണുവാണ് അമ്മൂമ്മയുടെ ഈ ഒരു വിഷമം. കാരണം അമ്മൂമ്മയ്ക്ക് ഇതൊന്നും പറയാനായിട്ട് വേറെ മക്കളോ ആരും അവിടെ ഇല്ല ആ വീട്ടിൽ. അപ്പോൾ കമലാദാസിന്റെ കുട്ടിക്കാലം തൊട്ടേ ഈ അമ്മൂമ്മയുടെ വീടുമായിട്ടുള്ള ആ ഒരു അഫെക്ഷൻ കണ്ടാണ് കമലാദാസ് വളർന്നത്. അപ്പോൾ കമലാദാസിന് അമ്മൂമ്മേനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അമ്മൂമ്മയുടെ കണ്ണ് നിറഞ്ഞാൽ കമലാദാസിന് അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ കമലദാസ് ഇത്തിരി വളർന്ന് കുറച്ചുകൂടെ ഏജ്ഡ് ആയി, കുറച്ചുകൂടെ വലുതായപ്പോൾ കമലദാസ് അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മൂമ്മേ ഗ്രാൻഡ് മദർ വിഷമിക്കേണ്ട, ഞാൻ കുറച്ചുകൂടെ വളർത്ത്, എനിക്ക് സ്വന്തമായിട്ട് ജോലിയൊക്കെ ആയി, എനിക്ക് സ്വന്തമായിട്ട് വരുമാനവും ആയിട്ട് ഞാൻ റിച്ച് ആവും, ഞാൻ നല്ല രീതിയിൽ ഒരുപാട് പൈസ ഉണ്ടാക്കും. ആ സമയത്ത് അമ്മൂമ്മയുടെ ഈ ഒരു വീട് ഞാൻ പുതുക്കി പണിയും. ഈ വീട്ടിൽ ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്ന ചുമരൊക്കെ ഞാൻ ക്ലിയർ ചെയ്യും, ഇതിൽ ഇളകി വീണ ടൈൽസൊക്കെ ഞാൻ റെഡിയാക്കും, റൂഫ് ടോപ്പൊക്കെ റെഡിയാക്കും. അങ്ങനെ ഈ ഒരു ആൻഷ്യൻ്റ് ഹൗസ്, ഈ ഒരു പുരാതനമായിട്ടുള്ള ഹൗസ് ഞാൻ എന്തായാലും കീപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ വീട് ഇടിഞ്ഞു പോകുമെന്ന് കരുതി അമ്മൂമ്മ ഒരിക്കലും പേടിക്കേണ്ട, അമ്മൂമ്മയ്ക്ക് ഞാൻ പ്രോമിസ് തരുവാണ്, ഞാൻ വലുതായിട്ട് ഇപ്പൊ ഓൾറെഡി കുറച്ച് വലുതായി, അപ്പൊ എനിക്ക് കുറച്ച് ജോലിയൊക്കെ ആയി, ഞാൻ റിച്ച് എന്തായാലും ആവും, എന്നിട്ട് ആ പൈസ എടുത്ത് ഞാൻ അമ്മൂമ്മയുടെ ഈ അമ്മൂമ്മയുടെ ആത്മാവായിട്ടുള്ള ഈ ഒരു വീട് ഞാൻ എന്തായാലും കീപ്പ് ചെയ്യും, ഇവിടെയുള്ള എല്ലാ പണികളും റെഡിയാക്കി ഞാൻ ഈ ഒരു വീടിനെ നല്ല രീതിയിൽ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് അമ്മൂമ്മയ്ക്ക് ഒരു വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നസെൻസ് ആണ്, ഒരുപാട് പക്വതയൊന്നും വരാത്ത ഒരു പ്രായമാണ് കമലാദാസിന്റെ. അപ്പോൾ ആ ഒരു ഇന്നസെൻസ് നമുക്ക് ആ ഒരു വാക്കുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അമ്മൂമ്മയ്ക്ക് ഒരു സന്തോഷം തോന്നുന്നു. ഈ ഒരു കുഞ്ഞു കുട്ടിയായിരുന്നിട്ട് കൂടി ആ പറഞ്ഞ ആ ഒരു രീതി, വളർന്ന് വലുതായിട്ട് ആ ഒരു വീട് അമ്മൂമ്മയ്ക്ക് വേണ്ടി റെഡിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മയ്ക്ക് എന്തെന്നല്ലാത്തൊരു സന്തോഷം തോന്നി. എന്നിട്ട് അമ്മൂമ്മ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു, കമലാദാസിന്റെ കമലാദാസ് സെയിമാണ്, കമലാ സുരയ്യയുടെ ചീക്കില് കവിളിൽ തൊട്ടിട്ട് ഒന്ന് ചിരിച്ചു. ഇത്രയേ ഉള്ളൂ, അല്ലാതെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ആഹ്ലാദം കാണിക്കാനൊന്നും പോയില്ല. അപ്പോൾ കമലാദാസ് പറയാണ്, അമ്മൂമ്മ വളരെ സിമ്പിളാണ്, ഷീ വാസ് റിയലി സിമ്പിൾ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഒരുപാട് ആഹ്ലാദം പ്രകടിപ്പിക്കാനോ ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കാനോ ഒന്നും അറിയില്ല. അമ്മൂമ്മയ്ക്ക് സന്തോഷം വരുമ്പോൾ ഇങ്ങനെ കവിളിൽ തൊട്ടിട്ട് ഒന്ന് ചിരിച്ച് കാണിക്കും. അപ്പോൾ അമ്മൂമ്മ അത് കേട്ടപ്പോൾ എന്തെന്നല്ലാതെ സന്തോഷിച്ചു. കാരണം അമ്മൂമ്മയുടെ അടുത്ത് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ വീട് എന്തായാലും ഞങ്ങൾ സൂക്ഷിക്കുമെന്ന്. അപ്പോൾ അമ്മൂമ്മയുടെ ആത്മാവായിട്ടുള്ള ആ ഒരു വീടിനെ ഇങ്ങനെ ഒരു പേരക്കുട്ടി സംരക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മയ്ക്ക് എന്തായാലും നല്ല സന്തോഷം വന്നു. Fed on God for years, all her feasts were monotonous, for the only dish was always cold, and the rest mere condiments. She told us how she rode her elephant when she was 10 or 11, every Monday without fail, to the Shiva shrine. ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ പതിയെ കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരിക്കൽ അല്ലെങ്കിൽ പല ദിവസങ്ങളായിട്ട് അമ്മൂമ്മയുടെ പാസ്റ്റ് ജീവിതത്തിനെ കുറിച്ച് പറയുമായിരുന്നു. അമ്മൂമ്മ എങ്ങനെയാണ് ജനിച്ചു വന്നത്, അമ്മൂമ്മയുടെ ജീവിത സാഹചര്യം എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള ലൈഫ് എന്തായിരുന്നു എന്നൊക്കെ ഓരോ ദിവസമായിട്ട് അമ്മൂമ്മ കമലാദാസിന്റെ അടുത്തും ഈ ബ്രദറിന്റെ അടുത്തുമായിട്ട് അമ്മൂമ്മയുടെ ആ ഒരു നൊസ്റ്റാൾജിക് ലൈഫിനെ കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞത്, ഞാൻ പണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ യുവത്വമായിരുന്ന സമയത്ത് ഞാനൊരു എനിക്കൊരു 10-11 വയസ്സോ ഉണ്ടായിരുന്ന സമയത്ത് ഞാനിങ്ങനെ എലിഫന്റിന്റെ കൂടെയൊക്കെ കളിക്കാൻ പോകുമായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എലിഫന്റ് ഉണ്ടായിരുന്നു എന്ന് അമ്മൂമ്മ കമലാദാസിന്റെ അടുത്ത് പറയുവാണ്. അപ്പൊ അന്നത്തെ കാലത്ത് സ്വന്തമായിട്ട് എലിഫന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തറവാടികൾക്കാണുള്ളത്. തറവാട് അങ്ങനെയുള്ള രാജഭരണ കുടുംബത്തിലൊക്കെ വരുന്ന ആൾക്കാർക്കാണ് എലിഫന്റ് ഉള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അമ്മൂമ്മ ഈസ് വെരി റിച്ച്. അപ്പൊ അമ്മൂമ്മ റിച്ച് ആണ്. അപ്പൊ അമ്മൂമ്മ പറയാണ്, ഞാൻ എൻ്റെ 10-11 വയസ്സൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ എലിഫന്റിന്റെ കൂടെയൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എലിഫന്റിനെ നയിക്കാനൊക്കെ പോകുമായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എലിഫന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ വളർന്നു വലുതായപ്പോൾ ഒരു ദിവസം പോലും ഒരാഴ്ച പോലും മുടക്കാതെ ഞാൻ എല്ലാ ആഴ്ചയിലെയും എല്ലാ തിങ്കളാഴ്ചയും ഞാൻ ശിവ ഷ്രൈനിന് പോകുമായിരുന്നു. ശിവ ഷ്രൈൻ എന്ന് പറയുമ്പോൾ ശിവനെ ആരാധിക്കുന്ന അമ്പലം ഓക്കെ. അങ്ങനെ ശിവന്റെ അമ്പലത്തിൽ ഞാൻ പോവുമായിരുന്നു എന്ന് പറയാം. മഹാദേവന്റെ അമ്പലത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ വയസ്സായ ആൾക്കാരാകുമ്പോൾ അവരുടെ പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ അവരിടയ്ക്കിടയ്ക്ക് പറയുമല്ലോ. അങ്ങനെ അമ്മൂമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ എലിഫന്റിനെ നയിക്കാൻ പോകുമായിരുന്നു, ഞാൻ എലിഫന്റിന്റെ കൂടെയാണ് കളിച്ചു വളർന്നതിന്. പണ്ട് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും അമ്പലത്തിൽ പോവുമായിരുന്നു മുടങ്ങാതെ. ഇത് പറയാണ്. അടുത്ത് പറയാണ്, ആൻഡ് ബാക്ക് ടു ഹോം അഗെയിൻ ആൻഡ് ടോൾഡ് us of jewel box and the brocade from the north, and perfumes and oil and sandal for her breast and her marriage to a prince.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ശിവന്റെ അമ്പലത്തൊക്കെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരുമായിരുന്നു. പിന്നെ ടോൾഡേഴ്സ് അബൌട്ട് ജുവൽ ബോക്സ്. എനിക്ക് സ്വന്തമായിട്ട് ജുവൽ ബോക്സ് ഉണ്ടായിരുന്നു. മീൻസ് ആടയാഭരണങ്ങൾ, പേഴ്സ്, മറ്റേ മരതകം, രത്നം, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോണുകൾ പതിപ്പിച്ച ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് മണമുള്ള പെർഫ്യൂംസ്, ഓയിൽസ്, ഇതൊക്കെ എനിക്കൊന്ന് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മഞ്ഞളിൽ തേച്ചാണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത്. മഞ്ഞൾ തേച്ചാണ്, കോസ്റ്റ്ലി ആയിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തേച്ചാണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഹെർ മാരേജ് ടു എ പ്രിൻസ്. അത് കഴിഞ്ഞ് ഒരു പ്രിൻസിനെയാണ് ഞാൻ വിവാഹം കഴിച്ചതെന്ന് ഗ്രാൻഡ് മദർ കമലാദാസിന്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗ്രാൻഡ് മദറും ഒരു രാജ കുടുംബത്തിലുള്ളതാണ്. അതുകൊണ്ട് ഓൾസോ ഒരു രാജ്ഞി ആ ഒരു ഇത് വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രിൻസിനെയാണ് വിവാഹം കഴിച്ചത്. പക്ഷേ who loved her deeply for a lovely short year and died of fever in her arms. ഒരു പ്രിൻസിന് വിവാഹം കഴിച്ചു. ആ പ്രിൻസും ഈ ഒരു ഗ്രാൻഡ് മദറുമായിട്ട് അവരുടെ മേർഷ്യൽ ലൈഫിൽ അവർ നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. നല്ല രീതിയിൽ സ്നേഹിച്ച് അവർക്ക് ഒരുപാട് സ്നേഹിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രിൻസ് ഭർത്താവിന് പനി വന്ന് ഈ ഒരു ഗ്രാൻഡ് മദറിൻ്റെ കയ്യിൽ കിടന്ന് മരണപ്പെടുകയാണ് ചെയ്തത്. അത് വളരെ വേദനാജനകത്തോടു കൂടി ഒരു ഗ്രാൻഡ് മദർ കമലാദാസിൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ മഞ്ഞളൊക്കെ തേച്ച് എൻ്റെ കല്യാണം നടന്നു. അത് കഴിഞ്ഞ് പ്രിൻസിനെയാണ് കല്യാണം കഴിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ആ ഒരു സ്നേഹം ഒരുപാട് നാൾ നിലനിർന്നു പോയില്ല. 1 വർഷമേ അവർ ഒരുമിച്ച് ജീവിച്ചോളൂ. അത് കഴിഞ്ഞ് പ്രിൻസ് ഒരു പനി വന്ന് ഈ ഒരു ഗ്രാൻഡ് മദറിന്റെ കയ്യിൽ കടന്നാണ് മരണപ്പെട്ടതെന്ന് കമലാദാസ് അറിയുകയാണ്. She told us that we had the oldest blood, my brother and she and I, the oldest blood in the world. A blood thin and clear and fine, while in the veins of the always poor, and in the veins of the new rich man, flowed a blood thick as gruel, and muddy as a ditch. Finally she lay dying in her 86th year. അങ്ങനെ ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ഏജ് ആവുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങളും ഓരോ അനുഭവങ്ങളും ഈ ഒരു ഗ്രാൻഡ് മദർ കമലാദാസിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞ കാര്യമാണ്, ഞാനും നീയും നിന്റെ ബ്രദറും അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഓൾഡസ്റ്റ് ബ്ലഡ് എന്നാണ് പറയുന്നത്. ഓൾഡസ്റ്റ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ബ്ലൂ ബ്ലഡ് എന്ന് പറയുമ്പോൾ ചുവന്ന എന്താണ് നീല കളറിലുള്ള രക്തമെന്നല്ല. എല്ലാവരുടെയും രക്തം എന്ന് പറയുമ്പോൾ ചുമപ്പാണല്ലോ. ബ്ലൂ ബ്ലഡ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ഈ രാജാക്കന്മാരുടെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ രാജകീയമായിട്ടുള്ള രക്തം, രാജകീയമായിട്ടുള്ള കുടുംബം, അതാണ് ഈ ഒരു ബ്ലൂ ബ്ലഡ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ബ്ലഡ് എന്ന് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രാൻഡ് മദർ പറയാണ്, ഞാനും ഞങ്ങളുടെ തലമുറയും നിങ്ങളും എൻ്റെ പേരക്കുട്ടികളും മക്കളും എല്ലാം ഈ ഒരു ഓൾഡസ്റ്റ് ബ്ലഡാണ്, ഞങ്ങളെല്ലാം രാജകുടുംബത്തിലുള്ള ആൾക്കാരാണ് എന്ന് പറയാണ്. എന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വരാൻ പോകുന്ന തലമുറയിലും എല്ലാവരും രാജകുടുംബത്തിലുള്ള ബ്ലഡ് ആയിരിക്കും നമ്മളുടെ നെർവിലൂടെ, ഞങ്ങളുടെ വെയിനിലൂടെ ഓടുന്നതെന്ന് ഈ ഒരു ഗ്രാൻഡ് മദർ കമലാദാസിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് ഫൈനലി ഷീ ലൈ ഡൈയിങ് ഇൻ ഹെർ 86th year. അങ്ങനെ ആ ഒരു അമ്മുമ്മയുടെ 86ാമത്തെ വയസ്സിൽ ആ അമ്മുമ്മ മരണമടഞ്ഞെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വുമൺ wearing by compromise her legs coated with arthritis and with only hard cup for comfort. I looked deep into her eyes, her poor blurry eyes, and prayed that she would not grieve so much about the house. അപ്പോൾ ഈ അമ്മൂമ്മ മരിക്കുന്ന ആ സമയത്ത് കൂടി, അതിനു മുന്നേ പോലും ഈ ഒരു വീടിനെ പറ്റി പറഞ്ഞാണ് മരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മൂമ്മ മരിക്കുന്ന ആ ഒരു ഗ്രാൻഡ് മദർ മരിക്കുന്നതിന് മുൻപ് പോലും ആ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഇടിഞ്ഞു വീഴുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു മനസ്സമാധാനം ഇല്ലാതെയാണ് ആ ഒരു ഗ്രാൻഡ് മദർ മരിച്ചത്. വീട് ആര് പുതുക്കി പണിയും, എൻ്റെ വീട് ഇത് ഇപ്പോഴും ഇടിഞ്ഞു വീഴുവാണല്ലോ എന്നുള്ള ഒരു ആദിയിലാണ് മരണപ്പെട്ടത്. അപ്പോൾ മരിച്ചിട്ട് ആ ഒരു ബോഡി എടുത്തു വെച്ച സമയത്ത് കമലാദാസിന് ആ ഒരു ഗ്രാൻഡ് മദറിന്റെ കണ്ണിലോട്ട് പശ്ചാത്താപം കാരണം കറക്റ്റ് നോക്കാൻ പറ്റിയില്ല എന്നാണ് ആ ഒരു ബ്ലറി ഐസിലോട്ട് ഡീപ്പായിട്ട് നോക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. കാരണം കമലാദാസ് നേരത്തെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ വീട് എന്തായാലും അമ്മമ്മയ്ക്ക് പുതുക്കി പണിത് കാണിച്ചു തരുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കമലാദാസിന് ഇത് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു പശ്ചാത്താപം കമലാദാസിന്റെ മനസ്സിലുണ്ടായിരുന്നു. I had learned by her most lessons of defeat, had found out that grow rich was a difficult feat. The house was crouching on its elbows then. It looked that night in the pale moon, so grotesque and alive when they burned by great
grandmother over logs of the mango tree. I looked once at the house and then again and again. അപ്പോൾ ഈ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ആ ഒരു മുത്തശ്ശീനെ ചിതയിലോട്ടെടുത്ത് വച്ച സമയത്ത് കൂടി ഈ ഒരു കമലാദാസിന്റെ നെഞ്ച് വിങ്ങുമായിരുന്നു. കാരണം ആ ഒരു വാക്ക് പാലിക്കാൻ പറ്റിയില്ല എന്ന് ഓർത്ത്, അമ്മൂമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ല എന്ന് ഓർത്ത് കമലാദാസ് വിഷമിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കമലാദാസ് അപ്പോഴാണ് കമലാദാസിന് മനസ്സിലായത്, നമ്മൾ വളർന്ന് വലുതായാലും നമുക്കൊരു ജോലി കിട്ടിയാലും നമുക്ക് റിച്ച് ആവുക, അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ള കാര്യം അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. നമ്മൾ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടാലേ നമുക്ക് അത്യാവശ്യം സാമ്പത്തികം അല്ലെങ്കിൽ പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് ആ സമയത്താണ് കമലാദാസിന് മനസ്സിലായത്. I looked once at the house and then again and again, for I thought I saw the windows close like the closing of the eyes. Though I heard the pillars groan and the dark rooms have its sigh, I set forth again for the other towns, left the house with the shrine and the sands and the flowering straps and the wide wrapped mouth of the Arabian Sea. I know the rats are running now across the darkened halls. They do not fear the dead. I know the white ants have reached my home, and I raised on walls strange tombs of ബുറിയൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു അമ്മൂമ്മേനെ അടക്കി കഴിഞ്ഞു. പക്ഷെ കമലാദാസ് മാനസികമായിട്ട് ഡിപ്രഷനിലോട്ട് പോയി. കാരണം ഒരു വാക്ക് പാലിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഒരു വിൻഡോസ്, ആ ഒരു വീട്ടിന്റെ ജനലുകളൊക്കെ അടയ്ക്കുന്ന സമയത്ത് അമ്മൂമ്മയുടെ കണ്ണടയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കണ്ണടയുന്ന പോലെ കമലാദാസിന് അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വീട് ഉപേക്ഷിച്ച്, മീൻസ് വേറെ നമുക്ക് ഹസ്ബൻഡിന്റെ അങ്ങനെ ഒരു വീട്ടിലോട്ട് പോകേണ്ട ആവശ്യം വരുമല്ലോ, അങ്ങനെ പോകേണ്ടി വന്നപ്പോഴത്തേക്ക് ആ ഒരു വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരികയാണ്. ആ സമയത്ത് ആ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് കമലാദാസ് പറയുകയാണ്, ഇനി ഈ വീട് സൈലന്റ് ആണ്, ഈ വീട്ടിൽ ഇനി ആരുമില്ല, അതുകൊണ്ട് അവിടെയുള്ള റാറ്റ്സ്, എലികൾക്ക് ഇനി ആരെയും പേടിക്കാതെ, അവരെ ഈ എലികളെ ഇനി ആരും അടിച്ചു കൊല്ലുമെന്നൊന്നും അങ്ങനെ ഒന്നും പേടിക്കാതെ അവർക്ക് ആ ഒരു വീട്ടിലൂടെ അലഞ്ഞു തിരിയാം, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് ഇനി ആരെയും പേടിക്കാതെ തന്നെ നിശബ്ദതയ്ക്ക് കടന്നു വരാം, അല്ലെങ്കിൽ ഒരു ഇരുട്ട് ആ ഒരു വീടിനെ മൂടുന്നു, ആ ഒരു വീട് ഒരു അന്ധതയിലേക്ക് പോകുന്നു എന്നാണ് ആ ഒരു മീനിങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. At night in stillness, from every town I live in, I hear the rattle of its death, the noise of raptors creaking and the windows whine. I have let you down, old house, I seek forgiveness. Oh mother, mother's mother, I have plucked your soul like a pip from a fruit, and I have flung into your pyre. Call me callous, call me selfish, but do not blame my blood. കമലാദാസ് ആ ഒരു വീട് ഉപേക്ഷിച്ച് പോയി. അത് കഴിഞ്ഞ് ഇങ്ങനെ സിറ്റിയിലൊക്കെ ടൗണിലൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നല്ലോ, താമസിച്ചു. പക്ഷെ പലയിടങ്ങളിലായിട്ട് താമസിച്ചെങ്കിലും ഓരോ രാത്രിയിലും കമലാദാസ് ഓരോ സ്വപ്നങ്ങളൊക്കെ കണ്ട്, നൈറ്റ്മെയർസ് ഒക്കെ കണ്ട് ഞെട്ടി ഉണരുമായിരുന്നു. കാരണം ആ ഒരു ഗ്രാൻഡ് മദറിനെയൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് ഞെട്ടി ഉണർന്നുകൊണ്ടിരുന്നത്. കാരണം ഗ്രാൻഡ് മദറിന്റെ ആത്മാവിന് മോക്ഷം കിട്ടാതെയാണല്ലോ മരിച്ചത്, മേ ബി അതുകൊണ്ടാവാം. അപ്പോൾ കമലാദാസിനൊരു സമാധാനമില്ല ഈ ഒരു ഗ്രാൻഡ് മദറിന്റെ കാര്യം ഓർത്ത്. ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കമലാദാസ് വരികയാണ്. എന്നിട്ട് കമലാദാസ് പറയുകയാണ്, ഓ മദർ, മദേഴ്സ് മദർ, എൻ്റെ അമ്മയുടെ അമ്മേ, ഐ ഹാവ് പ്ലക്ഡ് യുവർ സോൾ. ഞാനാണ് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ സോള് പ്ലക്ക് ചെയ്തെടുത്തത്. ആ അമ്മയുടെ ഗ്രാൻഡ് മദറിൻ്റെ ആത്മാവിനെ ഞാനാണ് പ്ലക്ക് ചെയ്തെടുത്തത്, വലിച്ചെടുത്തത്. ലൈക്ക് എ പിക്ക് ഫ്രം എ ഫ്രൂട്ട്, ഒരു ഫ്രൂട്ടിലെ പൾപ്പ് വലിച്ചെടുക്കുന്ന പോലെ ഞാൻ കാരണമാണ് മുത്തശ്ശി മരിച്ചു പോയെന്നാണ് കമലാദാസ് പറയുന്നത്. എന്നെ കളോസ് എന്ന് പറഞ്ഞോളൂ, എന്നെ നിഷ്കളങ്കതയായിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ സെൽഫിഷ് ആണെന്ന് പറഞ്ഞോളൂ, പക്ഷെ ഞാനൊരു എൻ്റെ രക്തത്തിനെ മുത്തശ്ശി കുറ്റം പറയരുത്. കാരണം മുത്തശ്ശി എന്ന് പറയുമ്പോൾ എന്ത് വാക്ക് കൊടുത്താലും, അല്ലെങ്കിൽ ഈ രാജകീയ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ അവർ രാജാവ് എന്നൊക്കെ പറയുമ്പോൾ അവരെന്ത് വാക്ക് കൊടുത്താലും അവർ പാലിക്കുമല്ലോ. പക്ഷെ തനിക്കത് പാലിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് എൻ്റെ ബ്ലഡിനെ ബ്ലെയിം ചെയ്യരുത് മുത്തശ്ശി, എൻ്റെ ബ്ലഡിനെ കൊച്ചാക്കി കാണിക്കരുത്. കാരണം ഞാനൊരു രാജകീയ കുടുംബത്തിലല്ല, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ രക്തത്തിലുള്ള അല്ല ഞാനെന്നൊന്നും പറഞ്ഞ് ബ്ലെയിം ചെയ്യരുതെന്നാണ്, കുറ്റപ്പെടുത്തരുതെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്
പറയാണ് ഈ ഒരു മുത്തശ്ശിയുടെ ആത്മാവിനോട്. സോ തിൻ, സോ ക്ലിയർ, സോ ഫൈൻ, ദ ഓൾഡസ്റ്റ് ബ്ലഡ് ഇൻ ദ വേൾഡ് ദാറ്റ് റിമെമ്പേഴ്സ് ആസ് ഫോളോസ് flows all the gems and all the gold, all the perfumes and all the oils and the stately elephant ride. അത് കഴിഞ്ഞിട്ട് ഈ മുത്തശ്ശിയുടെ ആ എലിഫന്റ് റൈഡിനെ കുറിച്ചും ആ ഒരു ജുവൽ ബോക്സിനെ കുറിച്ചും ഒന്നുകൂടെ പറഞ്ഞ് ആ ഒരു പോയം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോയം. ഇതിൽ ലെങ്തി ആണെങ്കിലും കഥ കുറച്ചുകൂടെ ഷോർട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മേ ബി പല വാക്കുകളും ഒരു മനുഷ്യന് കൊടുത്തേക്കാം അല്ലേ. ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് പല വാക്കുകളും കൊടുത്തേക്കാം. പക്ഷെ നമുക്ക് ആ ഒരു വാക്ക് കൊടുത്ത് പറ്റാതായാൽ ആ ഒരു നമ്മളൊരാൾക്ക് ഒരു വാക്ക് കൊടുക്കുമ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷിച്ചേക്കാം. നമ്മൾ ഒരിക്കലും പലരും പറയാറുണ്ട് നമ്മൾ ഒരാളെ സ്നേഹിച്ച് ചതിക്കാൻ പാടില്ല എന്നല്ലേ. നമ്മൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് അവരെ ഉപേക്ഷിച്ച് നമ്മൾ കടന്നു കളഞ്ഞാൽ അതൊക്കെ ഒരുപാട് ചതിയാണ്. അപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മേ ബി മരണതുല്യമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ പോയേക്കാം. അപ്പോൾ നമ്മളാണേലും ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് നമുക്ക് അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കത് ഉണ്ടാവുമല്ലോ. പക്ഷെ ഒരു വാക്ക് കൊടുത്തിട്ട് അത് സാധിച്ചു കൊടുക്കുന്നതിന് മുൻപേ ആ ഒരു മുത്തശ്ശി മരിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ടാണ് കമലാദാസിന് അത്രയും വിഷമം വന്നത്. അപ്പോൾ അമ്മമ്മയോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു അഫെക്ഷൻ, ആ ഒരു കെയറിങ്, ഇതെല്ലാം ഓർത്തുകൊണ്ട് കമലാദാസ് അത്രത്തോളം ആ ഒരു ഇമോഷൻസ് കറക്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ബ്ലഡ് എന്നുള്ള ഈ ഒരു പോയം. ഈസി ആയിട്ടുള്ള ഒരു പോയമാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഈ ഒരു പോയമിനെ കുറിച്ച് ഒന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറയുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലോക്കും തേർഡ് ബ്ലോക്കും ഇതോടുകൂടി കവർ ചെയ്തിരിക്കുകയാണ്. ഈസി ആയിട്ടുള്ള 2 പോയംസ് ആയിരുന്നു. കമലാദാസിൻ്റെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള പോയവും അതുപോലെ ബ്ലഡ് എന്നുള്ള പോയവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.